അതെ, ഞങ്ങൾ നീ ഒരുങ്ങിക്കെട്ടി പോകുന്നത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞങ്ങൾ ഇരിട്ടിയിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ചെറിയൊരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇരിട്ടിയിൽ നല്ലൊരു ലൊക്കേഷൻ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. എന്നാൽ പിന്നെ ഞങ്ങളും കരുതി അവിടെ തന്നെ അങ്ങ് പോയി റീൽ എടുത്തേക്കാന്നേ. ഞങ്ങളൊരു ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അതുവരെ നമ്മുടെ നാട്ടിൽ നല്ല മഴയായതുകൊണ്ട് ഞങ്ങളോർത്തു ഇനി അവിടെയും മഴയായിരിക്കുമോ. ഭാഗ്യം കൊണ്ട് അങ്ങോട്ടേക്ക് മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ലേ. എല്ലാവരുടെയും കയ്യിൽ കുടയും വടിയും ഒക്കെ ഉണ്ട്. എന്നാലും മഴ പെയ്താൽ പണി പാളൂലേ, വീഡിയോ എടുക്കാനാവില്ലല്ലോ. പിന്നെ ഞങ്ങൾ വന്ന പാടെ വീഡിയോ എടുത്തു കേട്ടോ. ഞങ്ങൾ വന്നത് ഇരിട്ടി കീഴൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിലായിരുന്നേ. വന്ന പാടെ തന്നെ വീഡിയോ ഒക്കെ എടുത്തു. വീഡിയോ എടുത്തു കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഇല്ലേ, ദാ ഈ കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഇത് ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് കിടക്കുന്നൊന്നും അല്ല കേട്ടോ. വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഓട്ടപ്പിടുത്തവും കറങ്ങലും കളികളൊക്കെ അങ്ങ് കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ക്ഷീണത്തിൽ കിടക്കുന്നതാണ്. അയ്യോ, ക്ഷീണമല്ല, മലനടിച്ച് വീണു, അത്രയുള്ള. ഞാൻ മാത്രമല്ലേ, എൻ്റെ കൂടെ എൻ്റെ കുട്ടികളും ഉണ്ട് കേട്ടോ. ടീച്ചർ എന്ത് കാണിച്ചാലും അതുപോലെ തന്നെ കുട്ടികളും കാണിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ദേ കിടക്കുന്നു അടുത്തയാളും കൂടി. ഇപ്പോൾ ഇവിടെ നടന്ന ആ കറക്കം കണ്ടോ, അതേ സംഭവം തന്നെയായിരുന്നു കേട്ടോ ഞാനും കാണിച്ചത്. അതിൻ്റെ എഫക്റ്റിലായിരുന്നു ആ കിടന്ന കിടപ്പ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ദേ കിടക്കുന്നു അടുത്ത കളി. ട്രെയിൻ കളിക്കുവാണേ. പ്രായം കൂടുന്തോറും ചെറിയ കുട്ടികളാകുമെന്ന് പറയുന്നത് വെറുതെ ഒന്നും അല്ല അല്ലേ. എന്നതൊക്കെ പറഞ്ഞാലും എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു സമയമുണ്ടല്ലോ, അതൊരു രസം തന്നെയാണല്ലേ. കുറേ നേരത്തേക്ക് മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആവുകയെ. എല്ലാവരും നല്ല റിലാക്സായി നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല വീഡിയോകളൊക്കെ എടുക്കാൻ വേണ്ടി പോകാറുണ്ട്. വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ തിരിച്ചു പോരുന്ന വഴിയായിരുന്നേ. അന്നേരം കൊണ്ട് സ്മിതേച്ചി അവിടെ ഇരുന്നും കിടന്നൊക്കെയാണ് പേരൊക്കെ പറിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ നേരം ആ പേരയോട് പൊരുതി സ്മിതേച്ചിക്ക് 2 പേരൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കടയിൽ വന്ന് ചായയും നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഇവിടെയായിരുന്നേ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നത്. നല്ല ഭംഗിയില്ലേ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ചായയും നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിരുന്ന സമയം കൊണ്ട് സുനിയേട്ടനും വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ സുനിയേട്ടൻ്റെ വണ്ടിക്കും ചേട്ടായുടെ ഓട്ടോയ്ക്കും കൂടെ കൂടിയിട്ടായിരുന്നു കേട്ടോ വന്നത്. പിന്നെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നേ. സുനിയേട്ടൻ നമ്മുടെ സ്മിതേച്ചിയുടെ ഹസ്ബൻഡാണേ. ചായ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാളും കൂടി വന്നിട്ടുണ്ടായിരുന്നേ. പാവമല്ലേ, കഴിച്ചോട്ടെ എന്ന് ഓർത്ത് കൊടുത്തു കഴിഞ്ഞപ്പം ദേ കിടക്കുന്നു പുള്ളിക്കാരന് ജാട. ജാടയൊന്നും ആയിരിക്കില്ല കേട്ടോ, അതിൻ്റെ അപ്പുറത്ത് തന്നെ അതിൻ്റെ ഗേൾ ഫ്രണ്ട് നിൽപ്പുണ്ടായിരുന്നേ. ഒറ്റയ്ക്ക് കഴിക്കുന്നത് മോശമല്ലേ, കൂടെയുള്ള ആൾക്കും കൊടുക്കണ്ടേ, അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ പോയിട്ടുണ്ടാവുക. പിന്നെ ഞങ്ങൾ വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. നല്ലൊരു മഴ വരുന്നുണ്ടേ. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.